ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നല്ല മധുരമുള്ള വരിക്കച്ചക്ക കിട്ടിയ സമയത്ത് പെട്ടെന്നൊരു കൊതി തോന്നി ഇലയുടെ കഴിച്ചാലൊന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇരിക്കുന്ന ചക്ക എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് നെയ്യ് ഒഴിച്ച് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് തേങ്ങയിട്ട് ഏലക്കപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ച് നമ്മുടെ ഫില്ലിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യാനുസരണമുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും നെയ്യും ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ദോശ മാവിൽ നിന്നും അല്പം കൂടെ കുറച്ച് കട്ടിയായിട്ടാണ് മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവും സെറ്റ്, ഫില്ലിങ്ങും സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഇല എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു ഇലയിലാണ് നമ്മുടെ ഇലയുടെ തയ്യാറാക്കുന്നത്. വാഴ ഇലയായാലും കുഴപ്പമില്ല. എന്നിട്ട് 2 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മടക്കിയിട്ട് പിന്നെ വേറെന്താ, ആവി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് ഒരു 15-20 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് ചക്ക കണ്ടിട്ട് ഒരു കൊതി തോന്നി. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചക്കയുടെ ആ ഒരു മണവും ടേസ്റ്റും എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.